ജപാകുസുമസങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോഗ്നം സർവപാപഘ്നം ഭാസ്കരം പ്രണമാമ്യഹം. സർവപാപങ്ങളെയും നശിപ്പിക്കുന്ന ഭാസ്കരനെ, ദിവാകരനെ, അർക്കനെ, സൂര്യനെ ഞാനിതാ പ്രണമിക്കുന്നു. ഞങ്ങൾ ജ്യോതിഷികൾ ആദ്യത്തിനെ പ്രണമിച്ചുകൊണ്ടാണ് ഞങ്ങളെ കവടിക്കരി ആരംഭിക്കുക. ഓം മൂർത്തിത്വേ പരികൽപ്പിത ശശഭൃതോ പത്മാപുനർജന്മനാം ആത്മീയത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമര ജ്യോതിഷാം ലോകാനം പ്രളയോദയ സ്ഥിതിവിപുശ്ചാനേകഥ യശ്രുതൗ വാചം ന സ ദധാതു നൈകകിരണ ത്രൈലോക്യ ദീപോ രവി. ഈ മന്ത്രം 3 തവണ ഉച്ചരിച്ചു കൊണ്ടാണ്, ചൊല്ലിക്കൊണ്ടാണ് ജ്യോതിഷികൾ തങ്ങളുടെ കവടിക്കരി ആരംഭിക്കുക. സൂര്യന് ശിവനാകുന്നു. അർക്ക ശംഭു, സൂര്യനെ കൊണ്ടാണ് ശിവനെ ചിന്തിക്കുക. ആ ശിവൻ്റെ ജ്ഞാനമയമായ രൂപമാകുന്നു ഏത് രൂപം? ദക്ഷിണാമൂർത്തി രൂപം. ദക്ഷിണാമൂർത്തി സ്വാമിയെയും ഞങ്ങൾ എന്തു ചെയ്യുന്നു? രാശിക്കാലത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. ഓം കൈലാസാദ്രീശകോണേ സുരവിടവിതടേ സ്ഫാടികേ മണ്ഡപേ സന്മാതങ്കാരാദി പീഠോപരി പരിലസിതം സേവ്യമാനം സുരോഘേഹി ജാനുസ്ഥം വാമബാഹും മൃഗമഭി പരശും ജ്ഞാനമുദ്രാം വഹന്തം നാഗോദ്യുദ്യോഗവേഷ്ടം ദദതമിഷികണേ ജ്ഞാനമീശാനമീടേ. ഇത് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ മന്ത്രമാകുന്നു. ഏതായാലും നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയം ആദിത്യൻ്റെ ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രയാണമാണ്. ആദിത്യൻ ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുകയാണ്. കൊല്ലവർഷം മലയാള വർഷം 1202 ആരംഭിക്കുകയാണ്. അതായത് ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം 2026 ആഗസ്റ്റ് മാസം 17-ാം തീയതി തിങ്കളാഴ്ച ചിത്ര നക്ഷത്രത്തിൽ വെളുത്തപക്ഷത്തിലെ പഞ്ചമി തിഥിയിലാണ് ചിങ്ങരവി സംക്രമം. വളരെ നല്ല ഒരു ദിനത്തിലാണ് ചിങ്ങരവി സംക്രമം വരുന്നത്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു സമൃദ്ധമായ ചിങ്ങമാസം, പുത്തൻ തിരുവോണം വരുന്ന ചിങ്ങമാസം ആരംഭിക്കുകയാണ്. അതിൻ്റെ എല്ലാവിധ ശുഭാശുഭ ഫലങ്ങളും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ലഭിക്കട്ടെ ഈ പൊന്നിൻ ചിങ്ങവർഷത്തിൽ നിന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ സൂര്യൻ 1202 ചിങ്ങമാസം 1-ാം തീയതി തിങ്കളാഴ്ച കാലത്ത് 7:51 ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. ചിങ്ങമാസം ആരംഭിക്കുന്നത് 7:51 മുതലാണ്. ഏതായാലും ഒരു ശോഭനമായ ചിങ്ങമാസ ആരംഭം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പരാമർശിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ. മേടൻ രാശി മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങൾ നമുക്ക് സജീവമായി ചിന്തിക്കാം. എന്താണ് ചിങ്ങൻ രാശിയുടെ പ്രത്യേകത? ചിങ്ങൻ രാശി സൂര്യൻ്റെ സ്വക്ഷേത്രമാണ്. സിംഹേ വിംശതി രാതിത. ചിങ്ങമാസം 20-ാം തീയതി വരെ സൂര്യൻ മൂലക്ഷേത്ര ബലവാനാണ്. ഒരു ഗ്രഹം സ്വന്തം രാശിയിൽ നിൽക്കുമ്പോൾ രാശിക്ക് എല്ലാവിധ ശക്തിയും ആ രാശിക്ക് ഗ്രഹിക്കുന്നതാണ്. സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ രാഹുവോടുകൂടെ വരുമ്പോൾ എന്തുണ്ടാകുന്നു? ഗ്രഹണം സംഭവിക്കുന്നു. അല്ലാതെ സൂര്യന് മൗഢ്യമില്ല. സൂര്യൻ മറ്റുള്ള ഗ്രഹങ്ങൾക്ക് മൗഢ്യം കൊടുക്കുന്നു. സൂര്യനാണ് ഏറ്റവും ശക്തനായ ഗ്രഹം. ഏതായാലും പ്രിയമുള്ള പ്രേക്ഷകർ, മേടൻ രാശി മുതലുള്ള ഈ ഫലങ്ങളെല്ലാം ശ്രദ്ധിക്കുക. ഇടവൻ രാശിയെ സംബന്ധിച്ചോളം അവരുടെ 4-ാം ഭാവാധിപനാണ്. എന്താണ് 4-ാം ഭാവം? മാതാ സുഹൃത്ത് മാതുല ഭാഗിനയോ ക്ഷേത്രം സുഖം വാഹനം ആസനഞ്ച ലാളിത്യമംഭ ശയനഞ്ച പശ്വാധികം ജന്മഗൃഹം ചതുർത്ഥാത്. അമ്മവന്മാർ, മരുമക്കൾ, അനന്തരവന്മാർ, അതാണ് മരുമക്കൾ. ക്ഷേത്രം, ഭൂമി, സുഖം, വാഹനങ്ങൾ, തൻ്റെ ഇരിപ്പിടം, ജലാശയത്തിൻ്റെ കിടപ്പ്, നാൽക്കാലികൾ, വാഹനങ്ങൾ, ഇതൊക്കെയാണ് ജന്മഗൃഹം, താൻ ജനിച്ച വീട്, തറവാട് വീട്. ഇതൊക്കെയാണ് 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ 4-ാം ഭാവാധിപന ഗ്രഹം 4-ാം ഭാവത്തിൽ നിൽക്കുന്നു. അത് വളരെ നല്ലതാണ്. അതിനാൽ ഭൂമി സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി ലാഭം പ്രതീക്ഷിക്കാവുന്ന മാസമാണ്. പൂർവികമായ സ്വത്തിൻ്റെ വിഷയത്തിലൊക്കെ പല തീരുമാനങ്ങൾ ഉണ്ടാകാം. അതിന് വളരെ അനുകൂലമാണ്. സ്വത്ത് സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. പലപ്പോഴും തൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ സ്വത്തൊക്കെ വാങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് കണ്ണുകടി ഉണ്ടാകും. ധാരാളം ജനങ്ങളും ബന്ധുക്കളും തന്നോട് കലഹിക്കുമെന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ. എങ്കിലും ഈ 4-ാം ഭാവം തനിക്ക് കുറച്ച് സ്വസ്ഥത, കുടുംബസമാധാനം, ഭൂമിപരമായ വിഷയങ്ങൾ, ഇതൊക്കെ വളരെ നല്ലതാണ്. ശാരീരികമായി പെട്ടെന്ന് പനി വരിക, കഫജന്യമായ ബുദ്ധിമുട്ടുകൾ വന്ന് ടൈഫോയ്ഡ് പോലത്തെ രോഗങ്ങളൊക്കെ വരുന്ന സമയമാണ്. ഇടവൻ രാശി കഫരാശിയാണ്.
ഇപ്പോൾ കഫപ്രതി കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ വരിക, 4-ൽ സൂര്യനും ചൊവ്വയും വരുമ്പോൾ ഇപ്രകാരമുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. ഇവിടെ വിസുഖ പീഡിതമാനസ ചതുർത്ഥി എന്നാണ് വരാഹമികർ ആചാര്യൻ പറമ്പൽ ഫലം പറഞ്ഞിരിക്കുന്നത്. 4-ൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ വിസുഖ വിഗതം സുഖം യസ്യസഹ, സുഖം കൈവിട്ടി പോവുക, പീഡിതമാനസഹ മനസ്സിന് പീഡ വരിക എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. പക്ഷേ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനാണ് ഇവിടെ സൂര്യൻ. അതിനിടയിൽ ആരാണ് ഈ ഇടവൻ രാശി? കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകേരി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2.25 നക്ഷത്ര സമൂഹം. ഏതായാലും ഇവിടെ സൂര്യൻ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കില്ല. തൻ്റെ അതിശോഭ കാരണം ജനങ്ങൾ തന്നോട് കലഹിക്കും, ബന്ധുക്കളും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. തുരിയ ദിനേശ അതിശോഭാധികാരാൽ ജനസമ്പ്രജ വിഗ്രഹം ബന്ധുതോപി, ബന്ധുക്കളോടുകൂടി ജനങ്ങളും തന്നോട് കലഹിക്കും. പ്രവാസി താൻ ദേശം വിട്ടു പോകും. വിവക്ഷാഹവേ മാനഭംഗം, ശത്രുക്കളുമായുള്ള യുദ്ധത്തിൽ തൻ്റെ മാനത്തിന് ഭംഗമുണ്ടാകും. പക്ഷേ സ്വന്തം ക്ഷേത്രത്തിലെ ബലവാനായ സൂര്യനാകയാൽ അതിന് സാധ്യത വളരെ കുറവാണ്. പലപ്പോഴും തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയും. തൻ്റെ ആത്മപ്രഭാവം, വ്യക്തിത്വം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്ലാനറ്റാണ് സൂര്യൻ. അതിനാൽ തന്നെ പ്രഭാവം വളർത്തുവാൻ ഈ സൂര്യൻ വളരെ സഹായിക്കും. കഥാചിത്ന ശാന്തം ഭവേത്യസ്യ ചേതഃ, വളരെയധികം മനസ്സിന് അശാന്തത അനുഭവപ്പെടുമെന്നൊരു ഫലമുണ്ട്. അതിനാൽ വലിയ വലിയ ടെൻഷൻസ് ഒന്നും ദയവേത് ഏറ്റെടുക്കാൻ പാടില്ല. ഇവിടെ പൂർവികമായ സ്വത്തിൻ്റെ കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ ഉണ്ടാകും. തൻ്റെ കൈവശം വന്ന് ചേരാനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ്. തറവാടുമായി ബന്ധപ്പെടുന്ന അപ്രകാരമുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ ഈ സൂര്യൻ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നല്ലൊരു മാസക്കാലം ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.